കൺഫെഷൻ റൂമിൽ വെച്ച് നെവിൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനിനി അനീഷിനെ പോലെയാണ് കളിക്കുന്നത്. ഞാൻ കളികളൊക്കെ മാറ്റാൻ പോവുകയാണ്. അനീഷ് എങ്ങനെയാണ് ഈ വീട്ടിൽ കളിക്കാൻ പോകുന്നത് അതുപോലെ ആയിരിക്കും ഞാൻ ഇനി കളിക്കാൻ പോകുന്നതെന്ന് നെവിൻ കൺഫെഷൻ റൂമിൽ വെച്ച് പറഞ്ഞിരുന്നു. അനീഷേട്ടൻ ജനങ്ങളെ റെപ്രസെൻറ്റ് ചെയ്താണല്ലോ വന്നത്. ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇനി കളിക്കാൻ പോകുന്നത്. ജനങ്ങളാണ് എന്നെ ഇത്രയും നാൾ ഇവിടെ പിടിച്ചു നിർത്തിയത്. അപ്പോൾ അവർ പറയുമ്പോഴേ ഞാൻ ഇനി എന്തായാലും ഈ വീട് വിട്ടിനി ഇറങ്ങുമെന്ന് ഞാൻ വാക്ക് തരുന്നു. അതുപോലെ തന്നെ അനീഷേട്ടനെ പോലെ ആയിരിക്കും കളിക്കുന്നതെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. മാത്രമല്ല വീട്ടിലേക്ക് കയറിയ സമയത്ത് നെവിൻ്റെ പെട്ടിയെല്ലാം സ്റ്റോർ റൂമിൽ വന്നപ്പോൾ അനീഷും നെവിനും ഒരുമിച്ചാണ് പോയി എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ പോയി എടുത്തുകൊണ്ട് വന്ന വഴിക്ക് നെവിൻ പറയുന്നുണ്ട്, അനീഷേട്ടാ നമ്മളിനി രണ്ടല്ല, നമ്മളിനി ഒന്നാണ് എന്ന് പറഞ്ഞ് അനീഷിനെ കെട്ടിപ്പിടിക്കാനൊക്കെ നോക്കുന്നു. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, നീ ഒരടി അകലം അങ്ങോട്ട് മാറി നിന്നാൽ മതിയെന്ന് അനീഷ് നെവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നെവിൻ തിരിച്ച് എന്നാൽ ഞാനും ഒരടി വെച്ചിട്ട് അപ്പോൾ 2 അടി അകലം മാറി നിന്നേക്കാം എന്ന് പറഞ്ഞ് നെവിനും തിരിച്ച് പറയുന്നു. പിന്നെ അവിടെ അപ്പുറം മാറിയിരുന്നപ്പോൾ അപ്പാനിയുടെയും അക്ബറിൻ്റെയൊക്കെ അടുത്ത് നെവിൻ പറയുന്നുണ്ട്, എൻ്റെ ടാർഗറ്റ് അനുവും മാതിലയും നൂറയും ഒന്നുമല്ല, അതൊക്കെ ഞാൻ വിട്ടു. അതൊന്നും ഇനി നിങ്ങൾ എന്നെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വരുമൊന്നും വേണ്ട. അവരെയൊക്കെ ഞാൻ ഓൾറെഡി വിട്ട് കളഞ്ഞു. എൻ്റെ പുതിയ ടാർഗറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇനി അനീഷിനെ ടാർഗറ്റ് ചെയ്യാനാണോ എന്നറിയത്തില്ല. നമുക്കെന്തായാലും ലൈവിൽ കണ്ടു തന്നെ അറിയാം എന്തൊക്കെ കളികളാണ് ഇനി നെവിൻ മാറ്റാൻ പോകുന്നതെന്ന്. നെവിൻ അനീഷിനെ ടാർഗറ്റ് ചെയ്ത് അനീഷിനെ പുറത്താക്കുമോ, നമുക്ക് കാണാൻ കഴിയുമോ? അത് നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.